ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ആഫ്റ്റർനൂൺ മുതൽ നൈറ്റ് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോൻ്റെ എൻഡിൽ കുറച്ച് അടിപൊളി കിച്ചൺ ക്ലീനിങ് ടിപ്സും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എൻഡ് വരെ കാണണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ജോലിക്ക് ശേഷം ഞാൻ തലയിലൊന്ന് ഹോട്ട് ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവനിൽ വെച്ചിട്ട് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ചീര പരിപ്പ് കറിയായിരുന്നു എൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ജോലി തിരക്കൊക്കെ കൂടി വന്നപ്പോഴത്തേനും പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഉണ്ടാക്കാവുന്ന മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കഷ്ണങ്ങൾ കുക്കറിൽ വേവിച്ചിട്ട് മെഴുക്ക് വരട്ടി ആക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ ചട്ടിയിലിട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്ത് മൂടി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ലേ. പക്ഷെ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി സമയം എടുക്കും. പക്ഷെ കുറച്ച് ടേസ്റ്റ് അതായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റത് ഇച്ചിരി വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ കുറച്ചൊരു വെള്ളം ചുവയ്ക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി കൂടി നല്ലത് ഇതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. മാക്സിമം ഇപ്പം നമ്മൾ അരിഞ്ഞെടുക്കുന്നത് നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ദിവസത്തെ മോർണിംഗ് റുട്ടീൻ ഞാൻ കഴിഞ്ഞ മൺഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കിയാൽ രാവിലെയുള്ള ബിസി മോർണിംഗ് റുട്ടീൻ കാണാൻ പറ്റും. എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് ചീരയും പരിപ്പും കൂടിയുള്ളൊരു കറി ഉണ്ടാക്കണം എന്നായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് വർക്കിൻ്റെ തിരക്കൊക്കെ വന്നതോടുകൂടി എനിക്ക് പിന്നെ അധികം സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പ്ലാൻ മാറ്റിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തക്കാളി ചമ്മന്തി അല്ലെങ്കിൽ തക്കാളി കറി എന്നൊക്കെ പറയുന്ന ഒരു തക്കാളി നമ്മൾ വെറുതെ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളപ്പോൾ വീട്ടിൽ തക്കാളി ഉള്ളപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു കറി ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി വന്ന് നമ്മുടെ പ്ലാൻ ഒന്നും നടക്കാതെ ആയാലും ആ ഒരു കറി പെട്ടെന്ന് ആക്കിയെടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ ഇതുപോലെ മെഴുക്ക് വരട്ടി ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഒരു തക്കാളി ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചത് അത്രയൊക്കെ ഉണ്ടായാൽ തന്നെയും ചോറ് ഈസി ആയിട്ട് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ എപ്പോഴും ചുവന്നുള്ളി ചേർക്കുന്നത് തന്നെയാണ് ബെസ്റ്റ്. അപ്പം നമുക്ക് എപ്പോഴും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സമയവും കുറവാണെങ്കിൽ നമ്മൾ സവാള തന്നെ ചേർക്കും. ആവശ്യത്തിന് എണ്ണ ചേർത്തിട്ട് സവാള വഴറ്റിയെടുക്കുക, പിന്നെ പച്ചമുളക് ചേർക്കുക, വേപ്പില ചേർക്കുക, പിന്നെ ഒന്ന് വഴന്നു വരുമ്പോൾ ശകലം മുളക് പൊടി ചേർക്കുക, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടയണം. പിന്നെ ഒത്തിരി ചാറ് വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നല്ല റോസ്റ്റ് പോലെ തന്നെ ആക്കിയെടുക്കുക. എല്ലാവർക്കും അറിയുന്നതാണെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും തട്ടിക്കൂട്ടിയ ഒരു കറി ഒപ്പിക്കാൻ കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊന്ന് നന്നായിട്ട് നോക്കിയാൽ മതി. എപ്പോഴും നമ്മൾ കറിയിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾ വരുമല്ലോ അതിന് മുന്നേ കുറച്ച് ചിക്കൻ സമോസ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം ഞാനിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ എല്ലില്ലാത്തത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ബോൺലെസ് ആയിട്ടുള്ള പീസ്. അപ്പം ആവശ്യത്തിന് സവാള ഒരു 2-3 സവാളയൊക്കെ എടുത്ത് നല്ലപോലെ വഴറ്റി അതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേപ്പില ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ചേർക്കുമല്ലോ, അത് മതി. വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് ചേർക്കുക. പിന്നെ ഞാൻ ഇതിലും കുറച്ച് നമ്മുടെ ഫ്ലാക്സ് സീഡ് പൗഡർ ഞാൻ ഇതിലും ചേർത്തു കേട്ടോ. മിക്കവാറും ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ ചേർക്കാറുണ്ട്. ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല, ഒരു ശകലം ചേർക്കുക. പിന്നെ ഇതാ ചിക്കൻ നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേവിച്ചെടുത്തത് മിക്സിയിലിട്ടിട്ട് പൊടിച്ച്, അപ്പം ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, നമ്മൾ ക്രഷ് ചെയ്ത ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഉപ്പൊക്കെ ഒന്ന് നല്ലോണം നോക്കുക. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഡ്രൈ ആയി വരണ്ട് വരിക എന്നുള്ളതാണ് കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല.
അതാണ് എളുപ്പത്തിൽ നമുക്ക് സമൂസയ്ക്ക് അകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫില്ലിങ്. ഇതിൽ നമുക്ക് പൊട്ടറ്റോ ഒക്കെ വേവിച്ച് ചേർത്ത് നമ്മൾ സാധാരണ ഉണ്ടാക്കില്ലേ അങ്ങനെയും ചേർക്കാം. ഇതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ചിക്കൻ മാത്രം വെച്ചിട്ടും ചെയ്യാം, അതുപോലെ വെജീസൊക്കെ ആഡ് ചെയ്തിട്ടും ചെയ്യാം. ഞാൻ കുറച്ച് എളുപ്പത്തിന് ചിക്കൻ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഫില്ലിങ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് തലേദിവസം ചെയ്തു വെച്ചതാണ് കേട്ടോ. അപ്പം തലേദിവസമൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ സമോസ ഷീറ്റും കൂടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് 4 മണിയാകുമ്പോൾ ഒരു സ്നാക്കൊക്കെ റെഡിയാക്കി കൊടുക്കാം. പിന്നെ അപ്പോൾ ആ സമോസ ഷീറ്റ് നമ്മൾ ഫ്രീസറിലായിരിക്കുമല്ലോ വെക്കുന്നത്, സ്വിറ്റ്സിൻ്റെ സമോസ ഷീറ്റ്. അത് ജസ്റ്റ് ഒരു ഇച്ചിരി നേരം മുന്നേ നമ്മളൊന്നെടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ നമുക്കത് അടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പം മുന്നേ വലിയ സമോസ ഉണ്ടാക്കുന്ന ഷീറ്റായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറിയത് കിട്ടും. അപ്പം നമുക്ക് മിനി സമോസ ഉണ്ടാക്കാം കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി. വലിയ സമോസേനേക്കാളും ഇങ്ങനത്തെ മിനി സമോസ നല്ലതാണ്. പിന്നെ നമുക്ക് ഒരു കോൺ പോലെ മടക്കിയിട്ട് ലാസ്റ്റ് എത്തുമ്പോഴത്തേനും നമ്മുടെ സമോസ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മൈദ കലക്കിയിട്ട് നമുക്ക് ആ ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എളുപ്പം പണിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ദിവസം ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് നമുക്കൊരു വലിയ പണിയായിട്ടൊക്കെ ഫീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്ത് വെക്കുകയാണ്. അതായത് ഇപ്പം മസാല പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഇങ്ങനെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ചായ വയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സമോസ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ സ്വീറ്റ്സിൻ്റെ തന്നെ സ്പ്രിംഗ് റോൾ ഷീറ്റും വേറെ ഒത്തിരി പഫ്സ് ഉണ്ടാക്കുന്ന ഷീറ്റും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഇതുവരെ സമോസ ഷീറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി വലിയ ടേസ്റ്റൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഇത് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മോന് ചെറിയൊരു പനി കാണിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാനും മോളും കൂടി സബ്വേ ഓർഡർ ചെയ്ത് അവനോട് പറഞ്ഞില്ല. എന്തായാലും അവനും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് ദോശ ചുട്ടെടുക്കുകയാണ്. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ സീക്രട്ടായിട്ട് സബ്വേ ഓർഡർ ചെയ്ത് വെജിറ്റേറിയൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ അന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയത്തെ പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ. രാത്രിക്കലത്തെ കിച്ചൺ ക്ലീനിങ്. അപ്പം ഒരു 98% ഞാൻ രാത്രിക്കലത്തെ പാത്രങ്ങൾ കഴുകിയിട്ടൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും തീരെ വയ്യായിക വന്നാൽ മാത്രം ഞാൻ പാത്രങ്ങൾ പിറ്റേ ദിവസത്തിന് ഇടാറുണ്ട്. അപ്പം അങ്ങനെ ഇടുന്ന സമയത്ത് കൂടിയും എനിക്കൊരു വലിയ ടബുണ്ട്. അപ്പം ഒരു വലിയ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട പോലെ. അപ്പോൾ അതിനകത്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് പിന്നെയും വീണ്ടും സോപ്പ് ഇടാതെ കഴുകി അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ കഴുകിയിട്ടാണ് കേട്ടോ വെക്കുക. അല്ലാതെ ഫുഡ് വേസ്റ്റോട് കൂടി വെക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പം നമ്മൾ ഇപ്പം കൊച്ചു കുട്ടികളുള്ളവർക്കോ എന്തെങ്കിലും വയ്യായികയായിട്ട് നമ്മൾ പാത്രം കഴുകാതെ ഇടുന്ന ആ ഒരു ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും വേസ്റ്റ് കംപ്ലീറ്റ് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം മാറ്റി വെക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ കൂടിയും ഈ സിങ്കിനകത്ത് ഇട്ടിട്ട് പോവില്ല. അതുപോലൊരു ടബോ എന്തെങ്കിലും ഒരു ബക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് നമ്മുടെ കിച്ചണിൻ്റെ പുറത്തോട്ട്, അത് വർക്ക് ഏരിയ പോലെയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ടാസ്ക്കായിട്ട് തന്നെ കണക്കാക്കുക. ബാക്കി നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ജോലികൾ, ഇപ്പം എനിക്കിപ്പോൾ തുണി മടക്കാനൊക്കെ ഉണ്ടെങ്കിലും അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് പോലെ ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്തു വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്താൽ മതി. അപ്പം എപ്പോഴും നമ്മൾ പ്രയോറിറ്റി ഡിഷ് വാഷിങ്ങിന് തന്നെ കൊടുക്കണം. അപ്പം കിച്ചൺ സിങ്ക് മാക്സിമം വൃത്തിയാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പാത്രം കഴുകുന്നത് ഡെയിലി ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകുമല്ലോ. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് നൈറ്റ് ടൈമിലെ കിച്ചൺ ക്ലീനിങ്ങിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം പിന്നെ കുറേ നേരം അങ്ങനെ ഡ്രൈ ആയി കെടുക്കാനുള്ളതാണല്ലോ. മറ്റതൊക്കെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ പാത്രം കഴുകി വെച്ച് പിന്നെയും നമ്മൾ വീണ്ടും അങ്ങനെ വരുമല്ലോ. അപ്പം നൈറ്റ് ടൈമിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ കഴുകിയെടുക്കുക.
പിന്നെ പൊതുവേ പാത്രം കഴുകുന്നത് തുടക്കത്തിലൊക്കെ എനിക്ക് ഇച്ചിരി ഒരു മടിയുള്ള പണിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മളതൊരു റുട്ടീനായിട്ട് ചെയ്തു പോകുമ്പോൾ നമുക്കത് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് എല്ലാ പാത്രങ്ങളും നമ്മൾ ഇതുപോലെ വേസ്റ്റൊക്കെ കളഞ്ഞ് കഴുകി സിങ്കിൻ്റെ ബൗളിലോട്ട് ആക്കിയിടുക. എനിക്കിവിടെ ഡബിൾ ബൗളായതുകൊണ്ട് തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിലെ ബൗളിലോട്ട് എല്ലാ പാത്രങ്ങളും നിറച്ചിടും. അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല പോലെ വൈപ്പ് ചെയ്തിടുക. അപ്പോൾ സിങ്ക് ഒഴിച്ച് ബാക്കി ഏരിയ മുഴുവൻ ക്ലീൻ ആണെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ കിച്ചൺ അങ്ങ് ഒതുങ്ങി. പിന്നെ നമുക്ക് ഡിഷ് വാഷിങ്ങും കൂടിയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്, ഇനി ഈ പാത്രം കഴുകി വെച്ചാൽ കിച്ചൺ ഒതുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ കൂടുതലും ചെയ്യാറ്. അപ്പം ലെഫ്റ്റ് സൈഡിലെ ബൗളിൽ പാത്രങ്ങൾ നിറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലെ പാത്രങ്ങൾ ഓരോന്ന് തേച്ചിട്ട് റൈറ്റ് സൈഡിലെ ബൗളിലോട്ട് ആക്കി വെക്കും. അടുത്ത പണി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലെ ബൗളിലെ പാത്രങ്ങൾ കഴുകി എടുക്കും. അപ്പം ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. പിന്നെ എനിക്ക് മോള് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പാത്രം ഞാൻ തേച്ച് ഇടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഫുൾ തേച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോയാൽ അവൾ പാത്രങ്ങൾ കഴുകി തരുകയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പും കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. അപ്പം കൂടുതലും ഞാൻ മിക്കവാറും ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് വെക്കും കേട്ടോ. ഇതേപോലെ ഒരു ക്ലീനിങ് മോട്ടിവേഷനോ ഹോം മേക്കിംഗ് വ്ളോഗ്സൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഒരെണ്ണം എടുത്ത് ഓൺ ചെയ്ത് വെച്ചാൽ അത് കാണുന്ന ഒരു ടൈം കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ നേരം കൊണ്ട് പാത്രം കഴുകൽ ഫിനിഷ് ആവും കേട്ടോ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഉണങ്ങിയ പാത്രങ്ങൾ അപ്പോൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന പാത്രങ്ങൾ ഡ്രെയിനറിലോട്ട് ഇടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ മാക്സിമം പാത്രങ്ങൾ അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ പ്ലേസിലോട്ട് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സ്റ്റൗവിൽ ജസ്റ്റ് നമ്മളുടെ ഓൾ പർപ്പസ് ക്ലീനർ ഉണ്ടാവില്ലേ, നമ്മൾ DIY ചെയ്യുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ആ ഒരു സ്പ്രേ സൊല്യൂഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം അതങ്ങ് സോക്കായി ഇരിക്കട്ടെ. കാരണം നമ്മുടെ സ്റ്റൗവിലൊക്കെ എന്തായാലും എണ്ണയുടെയൊക്കെ അംശം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് കുതിരുമ്പോഴത്തേനും നമുക്ക് ക്ലീനിങ് എളുപ്പമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ തുടച്ചെടുക്കുമ്പോൾ കഴിയുമെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മുടെ തുണി മുക്കിയിട്ട് തുടയ്ക്കുകയാണെങ്കിൽ ആ മെഴുക്കൊക്കെ നല്ല പോലെ ഇങ്ങ് പോരും കേട്ടോ. സ്റ്റൗവിൻ്റെ സൈഡ് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്തായാലും ഫുഡിൻ്റെയും ഓയിലിൻ്റെയും അംശങ്ങളുണ്ടാവും. അതുപോലെ അതിൻ്റെ നേരെ എതിർവശത്തുള്ള ബാക്ക് സ്പ്ലാഷും നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റൗവിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ബോട്ടിൽസും ഓയിൽ ക്യാൻസും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്താൽ നല്ലതാണ്. ഞാൻ അന്നത്തെ ദിവസം ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുവാണെങ്കിൽ, റെഗുലർലി ചെയ്ത് പോവുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. എൻ്റെ ഒരു റൂട്ടീനിൽ അത് ഇൻക്ലൂഡഡ് ആയിട്ടില്ല. കാരണം സമയം കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പയ്യെ അത് മുക്കുന്നതാണ്. അപ്പോൾ അതെന്തായാലും ഇൻക്ലൂഡ് ആക്കുക. അതുപോലെ നമ്മുടെ മിക്സി അപ്ലയൻസസ് ഒക്കെ ഒന്ന് തുടച്ച് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ മിക്സി നമ്മൾ അടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ടൈൽസില്ലേ, അവിടെയും കൂടി ശ്രദ്ധിക്കണം തുടയ്ക്കാൻ വേണ്ടി. കാര്യം അവിടെയും തെറിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് കിച്ചൺ സിങ്കിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം ഞാൻ യൂഷ്വലി നമ്മുടെ പാത്രം കഴുകി കഴിഞ്ഞ് ലാസ്റ്റ് ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ബാക്കി ഉണ്ടാവില്ലേ, അത് തന്നെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. വലിയ അഴുക്കില്ലെങ്കിൽ അത് തന്നെ ഇട്ടിട്ട് ചെയ്യുക. പിന്നെ വീക്ക്ലി വൺസ് കുറച്ച് കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം വെച്ചിട്ട്, സിഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല ക്ലീനായിട്ട് കിട്ടുന്ന സംഭവം വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ലെമണില്ലേ, ചെറുനാരങ്ങയുടെ തോലുണ്ടെങ്കിൽ അതും ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് വരാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് സംഭവമാണല്ലോ. നമ്മുടെ ചെറുനാരങ്ങയുടെ തോലിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഇട്ടിട്ട് ഒന്ന് ഉരച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് നമ്മൾ കഴിയുന്നതും സമയമുള്ള സമയത്ത് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രബ്ബേഴ്സ് ഒന്ന് നന്നായിട്ട് കഴുകാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. എല്ലാവരും നല്ല തിളച്ച വെള്ളത്തിലൊക്കെ തിളപ്പിച്ച് എടുത്ത് വെക്കുന്നവരുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. മാക്സിമം അത് നല്ലപോലെ ഒന്ന് വെള്ളത്തിലൊരു പാത്രത്തിലിട്ടിട്ട് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് ഒലഞ്ഞ് കഴുകി എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്.
പിന്നെ ഏറ്റവും ലാസ്റ്റ് സിങ്ക് നമുക്ക് ഒരു തുണി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ എടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി ഇടാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. കാര്യം നമ്മൾ കെടുക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്യായിരിക്കും നല്ലത്. കാര്യം പിന്നെയും എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു സംഭവം വീണ്ടും വെറ്റാവുമല്ലോ. അപ്പോൾ മാക്സിമം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കിച്ചൺ സിങ്ക് ഒന്ന് തുടച്ചിടാൻ ശ്രദ്ധിക്കുക. അപ്പം സമയം പോലെ ചെയ്താൽ മതി. പിന്നെ സിങ്കിൽ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ റൂം ഫ്രഷ്നറില്ലേ, അത് ആ സിങ്കിൻ്റെ ഹോളിലോട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ സിങ്കിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം മെയിനായിട്ട് പറഞ്ഞാൽ പാത്രങ്ങൾ, രാത്രിക്കലത്തെ പാത്രങ്ങൾ നമ്മൾ കഴുകാൻ മറക്കരുത്. അതുപോലെ സിങ്ക് ഒന്ന് ക്ലിയറാക്കി വൃത്തിയാക്കി ഇടാൻ ശ്രദ്ധിക്കുക. കൗണ്ടർ ടോപ്പ് നല്ല പോലെ ഒന്ന് തുടച്ചിടുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അത്യാവശ്യം കിച്ചൺ ക്ലീനായി. പിന്നെ നമ്മുടെ ഫ്ലോറും ലാസ്റ്റ് ഒന്ന് നമ്മൾ മോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് അടിച്ചിടുകയും കൂടി ചെയ്താൽ അത്യാവശ്യം നീറ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബേസിക് കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് കിച്ചൺ നമുക്ക് അടിപൊളിയാക്കി മാറ്റാം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. ആഫ്റ്റർനൂൺ ടു നൈറ്റ് റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.